നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷനെതിരെ ഗുരുതര ആരോപണവുമായി BJP നേതാവ്. ലൈഫ് മിഷനിൽ വീട് കൊടുക്കുന്നത് വിചിത്രമായെന്ന ആരോപണമാണ് BJP നേതാവ് സുധീഷ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് വീട് നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ലൈഫ് മിഷൻ വൻ പരാജയമാണെന്നും തിരുവനന്തപുരം പേയാട് BJP നേതാവ് മലയാളി വാർത്തയോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തുറന്നു പറയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലൈഫ് മിഷൻ ആണെങ്കിലും ഇവിടെ വീടുകൾ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ രീതിയിലാണ്. കാര്യം 10, 25, 50 സെന്റ് വസ്തു ഉള്ളവനാണ് 3 സെന്റിൽ വീട് വയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്തുകളിൽ നിന്ന് ലോൺ കൊടുക്കുന്നത്. കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം വീട് വാടകയ്ക്ക് ഇവരുടെ വീട് മാത്രമല്ല, 18, 20, 15 വർഷമായിട്ട് ഈ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പാവങ്ങളുണ്ട്. 15 വർഷങ്ങൾ അവർക്ക് ഇവിടെ നിയമപരമായിട്ട് ഐഡന്റിറ്റി കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു തുണ്ട് ഭൂമി കൊടുക്കാനോ അവർക്ക് വീട് കൊടുക്കാനോ കാരണം എന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ നാളെ അവർ മാറിപ്പോന്നുള്ള പേടി ഉണ്ടായിരിക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അമ്പേ പരാജയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവന്റെ സെൻസസ് നിങ്ങൾ തന്നെ എടുത്തു നോക്കുക. ഈ വീടിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 25% ആൾക്കാർ വാടകക്കാരാണ്. 25% ആൾക്കാർക്ക് വീടില്ല. അവർ വാടകയ്ക്ക് 15, 10 ഇവര് തന്നെ ഇവരുടെ 5ാമത്തെ 6ാമത്തെ വീടാണ് ഈ കാണുന്ന വീട്. എത്രയോ വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നത്. 2 പിള്ളേരുണ്ട്, അവർ സെപ്പറേറ്റ് താമസിക്കുന്നത്. ചുമപ്പ് റേഷൻ കാർഡാണ്. BPL കാർഡുള്ള ആൾക്കാർക്ക്, അതും ഇത്രയും ബാക്കിയുള്ളവരൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ളവരാണ്. BPL കാർഡുള്ളവർക്ക് പോലും ഈ സംവിധാനം ഇവിടെ ലഭിക്കുന്നില്ല. ഇതാണ് ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ. പക്ഷേ ഇവിടെ 2ാമത്തെ നിലയ്ക്ക് മെയിൻ്റനൻസിന് ലോൺ കൊടുക്കുന്നു, അവസാനം ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ലോൺ കൊടുക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ ഹൈസ്കൂൾ വാർഡിലും തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലും വാർഡുകളിൽ തിരക്കുക. ലൈഫ് മിഷനിൽ ഈ കിട്ടിയിട്ടുള്ള വീടുകളുടെ സെൻസസ് എടുത്തിട്ട് ആ വീടിലെ നിലവിലെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഈ മാധ്യമത്തിലൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അർഹത ഉള്ളവനാണ് ഈ വീടുകൾ കൊടുക്കുന്നത്, അർഹത ഇല്ലാത്തവനാണ് കൊടുക്കുന്നത്. ഇന്ന് പല ലൈഫ് മിഷന്റെ വീടുകളും 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ്. കാര്യം അവർ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യും, വീട് വലുതാക്കി എടുക്കും, പിന്നീട് അവരത് വളരെ വലുതായിട്ട് വിശാലമാണ്. പക്ഷെ അപ്പോഴും വീടില്ലാത്തവന് വീടില്ലാത്ത ആൾക്കാർക്ക് അപ്പോഴും വീടില്ല എന്നുള്ള നഗ്ന സത്യം ഇതാണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ലൈഫിന്റെ ലോണുകൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിന്റെ സർക്കാർ ആനുകൂല്യം കൊടുത്തിട്ടുള്ള വീടുകളുടെ പ്രമാണം മൊത്തം ഇരിക്കുന്നത് ഈ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സൊസൈറ്റികളിലാണ്. 12 വർഷത്തേക്ക് ഇത്തരം ലോണുകൾ എടുക്കുമ്പോൾ ക്രയവിക്രയം ചെയ്യാൻ പാടില്ല നിയമം നിൽക്കെ ഇതെല്ലാം സൊസൈറ്റിയിൽ 5, 10 ലക്ഷം രൂപയ്ക്ക് എല്ലാ പ്രമാണങ്ങളും പണയപ്പെടുത്തിയിരിക്കുകയാണ്. 12 വർഷം അടച്ചില്ലെങ്കിൽ ഈ വസ്തു സ്വാഭാവികമായിട്ട് അറ്റാച്ച് ചെയ്യും. പക്ഷെ സർക്കാരിന്റെ പൈസ ഇങ്ങനൊരു സംവിധാനത്തിൽ കൊടുത്തേക്കുന്നവരുടെ വസ്തു അറ്റാച്ച് ചെയ്യാനും പറ്റില്ല. ഇതാണ് ഇവിടെ നടക്കുന്ന നിയമ സംവിധാനം. കാര്യം പാവങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും വീട് കൊടുക്കുന്നില്ല, അതാണ് വാസ്തവം. പിന്നെ വിധവകൾക്കാണ് പ്രാഥമികമായിട്ട് ആദ്യം കൊടുക്കേണ്ടത്. ഇവിടെ പല വിധവകൾക്കും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ആ സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് മാത്രം കൊടുക്കും. ഇപ്പം നമ്മൾ കുടിവെള്ളം, കേന്ദ്ര സർക്കാർ കുടിവെള്ളം കൊണ്ടുവന്നു. ഈ ഹൈസ്കൂൾ വാർഡിനകത്ത് എല്ലാ വീട്ടിലും കുടിവെള്ളമുണ്ട്. ഈ വീട്ടിലുണ്ട്. ഇവിടെ ഏത് വീട്ടിൽ 100% പൂർത്തിയാക്കിയ ഒരു സ്ഥലമാണ് കുടിവെള്ളം. ഇത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായി കൊടുക്കണം. അല്ലാതെ 10 പേർക്ക് കൊടുത്തിട്ട് 10 പേർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു വിവേചനമാണ്. ഇവിടെ പല കാര്യത്തിലും കാണിക്കുന്ന വിവേചനമാണ്. ഇപ്പം ഇവരുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. സർക്കാർ എതിർകക്ഷിയായിട്ട് നിൽക്കുന്ന കാലം ഇവിടുത്തെ ഭരണകക്ഷിയോട് നമുക്ക് ഇവർക്കൊരു ആനുകൂല്യം അവർ പ്രതീക്ഷിക്കേണ്ട, അവർ ചെയ്യത്തുമില്ല. അപ്പം നമ്മൾ അതുമായിട്ട് മുന്നോട്ടിറങ്ങിയിട്ട് അവർക്ക് കിട്ടുന്ന പരമാവധി സഹായം നമ്മൾ നേടിക്കൊടുക്കും. അതേസമയം സ്വന്തം വീട് സ്വപ്നം മാത്രമായി കൊണ്ടു നടന്ന സംസ്ഥാനത്തെ 4,57,055 കുടുംബങ്ങൾക്ക് സ്വന്തമായൊരു വീട് നൽകുന്നതിന് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ പൂർത്തിയായ 50 വീടുകളുടെ താക്കോൽ ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലൈഫ് പദ്ധതിയുടെ തുടക്കത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടത്തുന്നത് അറിയിച്ചിരുന്നു. തുടക്കത്തിൽ ഇത് അംഗീകരിക്കുകയും പിന്നീട് വീടുകൾക്ക് മുന്നിൽ ലോഗോ പതിക്കണമെന്നുൾപ്പെടെ നിബന്ധനകൾ വയ്ക്കുകയും ചെയ്തു. കേരളത്തിൽ പൂർത്തിയായ 4 ലക്ഷം വീടുകളുടെ മുന്നിൽ ലോഗോ വെച്ച് കുടുംബങ്ങളുടെ അഭിമാനബോധത്തെ വ്രണപ്പെടുത്തില്ലെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചുവെന്നും മുഖ്യമന്ത്രി ലൈഫ് മിഷനെ പറ്റി പറഞ്ഞിരുന്നു. ലോഗോ അംഗീകരിക്കാതെ പണം തരില്ലെന്ന നിർബന്ധത്തിന് വഴങ്ങാനോ പദ്ധതി മുടക്കുന്നതിനോ സർക്കാർ തയ്യാറല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് ലൈഫ് പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ വഹിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം നവംബർ 1 നടക്കാനിരിക്കെ ഈ നേട്ടം കൈവരിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിതകർമ്മസേന വഹിക്കുന്ന പങ്ക് സ്തുത്യർഹമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളോട് ജനങ്ങൾ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യവും നാം ഒന്നാകെ
ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ട ദൗത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഇത്തരത്തിൽ ലൈഫ് മിഷനെ പറ്റി പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ ഒരു പദ്ധതിയിലൂടെ ഒരുപാട് പേർക്ക് വീടായിട്ടുണ്ടെങ്കിൽ പോലും ചില ആരോപണങ്ങൾ, ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ ചില പരാതികൾ ഇപ്പോഴും ലൈഫ് മിഷന്റെ പേരിൽ അവശേഷിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഈയിടയ്ക്ക് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നു എന്നതടക്കമുള്ള നിർണായക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വീട് തട്ടിയെടുത്ത അനർഹരിൽ നിന്നും പണം തിരികെ ഈടാക്കാൻ റവന്യൂ റിക്കവറി നടത്തുമെന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതോടെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും ഉൾപ്പെടെ 27 പേർക്കെതിരെ ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ചിരുന്നു. ഏക്കർ കണക്കിന് പട്ടയഭൂമിയുള്ളവർ, 2-3 വാഹനങ്ങളും വാസയോഗ്യമായ വീടുമുള്ളവർ, ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുമ്പ് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവർ തുടങ്ങി വ്യാപകമായ ക്രമക്കേടാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ നടന്നത്. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്തായിരുന്നു സർക്കാർ പണം ഇങ്ങനെ തട്ടിയെടുത്തത്. വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത 100 കണക്കിന് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ പട്ടികയിൽ കടന്നുകൂടിയതെന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ ആ സമയത്ത് ശക്തമായതാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM അംഗവുമായ VP ജോണും കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് VS ഷാലും അടക്കമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. 1.5 ഏക്കർ സ്ഥലമുള്ള VP ജോൺ ഡിവിഷൻ മെമ്പർ ആയിരിക്കെ 3 സെന്റ് സ്ഥലം മാത്രമാണ് ഉള്ളത് എന്ന് കാണിച്ചായിരുന്നു വീട് തട്ടിയെടുത്തതെന്നാണ് വിവരം പുറത്തു വന്നത്. VS ഷാലാണ് അനർഹമായി കിട്ടിയ വീട് നിയമം ലംഘിച്ച് വിൽപ്പന നടത്തിയത്. പഴയ വീട് പെയിന്റ് അടിച്ച് പണം തട്ടിയവരും വാടകയ്ക്ക് കൊടുത്തവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുടെയും വാർഡ് മെമ്പറുടെയും അറിവോടെയാണ് ഇതെല്ലാം നടന്നത് എന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയത്. 2022 പ്രാഥമിക അന്വേഷണത്തിൽ 27 പേരെ കണ്ടെത്തി. സർക്കാരിന് നഷ്ടമായ 1,14 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടപ്പിക്കണമെന്ന് വിജിലൻസ് അന്ന് നിർദ്ദേശം നൽകി. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം അത് കാരണം നോട്ടീസ് അയക്കുക എന്ന ഒരു നടപടി മാത്രമാണ് ചെയ്തത്. അനുവദിച്ച 1200 വീടുകളിൽ 150 എണ്ണത്തോളം അനർഹർ തട്ടിയെടുത്തു എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. പരിശോധനയ്ക്കായി വിജിലൻസ് എത്തിയപ്പോൾ അതുവരെയുള്ള നടപടി സംബന്ധിച്ചുള്ള വിശദീകരണം തേടിയിരുന്നു. ഇത് പഞ്ചായത്തിന് വീണ്ടും നടപടികൾ എടുക്കാൻ വേണ്ടിയുള്ള ഒരു തരത്തിലേക്ക് നയിച്ചിരുന്നു. എന്തായാലും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് വീട് കിട്ടി, ഒരുപാട് പേർക്ക് ഒരു കിടപ്പാടമായി. എങ്കിൽ പോലും ഒരു വശത്ത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. തീർച്ചയായും സ്വന്തം വീട് സ്വപ്നം മാത്രമായി കൊണ്ടു നടന്ന സംസ്ഥാനത്തെ ഒരുപാട് പേർക്കാണ് ഇത്തരത്തിൽ ലൈഫ് മിഷനിലൂടെ വീടായത്. പക്ഷേ ചില ആരോപണങ്ങളും മറ്റു ക്രമക്കേടുകളും മറ്റു ചില രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും അവശേഷിക്കുന്നു. ലൈഫ് പദ്ധതിയുടെ തുടക്കത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടത്തുന്നത് അറിയിച്ചിരുന്നു. തുടക്കത്തിൽ ഇത് അംഗീകരിക്കുകയും പിന്നീട് വീടുകൾക്ക് മുന്നിൽ ലോഗോ പതിക്കണമെന്നുൾപ്പെടെ നിബന്ധനകൾ വയ്ക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു പ്രശ്നം ഉടലെടുക്കുന്ന സാഹചര്യമൊക്കെ കേരളം കണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.